ട്രേഡേഴ്സ് മാർക്കറ്റിൽ എനിക്ക് മോർണിംഗ് എൻട്രി മിസ്സായിരുന്നു. ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ഒരു ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഒന്ന് പ്ലോട്ട് ചെയ്യാം, എന്നിട്ട് സ്റ്റോപ്പ് ലോസ് കൊടുത്തിടുക. അല്ലെങ്കിൽ ചിലപ്പോൾ കാരണം കണ്ടിന്യൂസ് ഫോളോ ആയിക്കൊണ്ടിരുന്ന മാർക്കറ്റിലാണ് നമ്മൾ പോയി ബൈ ചെയ്ത് അത്യാവശ്യം തെറ്റില്ല. വെരി ഗുഡ്. നമ്മൾ ഫ്രൈഡേ നമുക്ക് കിട്ടിയ പോലെ തന്നെ ഒരു അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ നമ്മളുടെ ട്രേഡ് എൻട്രി എടുത്ത ഉടനെ അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട്. ഫൈൻ. ഈ ഒറ്റ ക്യാൻഡിൽ തന്നെ അത്യാവശ്യം നല്ലൊരു നമ്മളുടെ ടാർഗറ്റ് ഏരിയയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ട്രേഡേഴ്സ്. ഒരു 60 ക്വാണ്ടിറ്റിയാണ് ഞാൻ വീണുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ ബൈ ചെയ്തുകൊണ്ട് നമ്മുടെ ടാർഗറ്റ് ഏരിയ ഏതായാലും ക്രോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. സ്പോട്ടിൻ്റെ ചാർട്ടിൽ നമ്മളുടെ ടാർഗറ്റ് ഏരിയയുടെ അവിടെ എത്തി ക്യാൻഡിൽ എങ്ങനെ ഫോം ചെയ്യുന്നു അല്ലെങ്കിൽ ക്യാൻഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. ഇനി സ്പോട്ടിൻ്റെ ചാർട്ടിൽ പ്രീമിയം വൈസ് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്രേഡിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഞാൻ 4000 ഗുഡ് 54,900 കോൾ ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്തത്. 1043ലാണ് നമുക്ക് ബൈ എൻട്രി കിട്ടിയത്. 4,500 അത്യാവശ്യം നമ്മുടെ ടാർഗറ്റും ക്രോസ് ചെയ്ത് നല്ലൊരു ബുള്ളിഷ് മൗണ്ടൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ നമ്മളുടെ ടാർഗറ്റായിട്ട് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എടുത്ത് വെച്ചേക്കാം. നമുക്ക് കിട്ടിയത് 43. അപ്പോൾ 50 പോയിൻറ്റ്സാണ് നമ്മളുടെ ടാർഗറ്റ്. ആ ഒരു 50 പോയിൻറ്റ്സിനെ നമുക്കിനി സ്റ്റോപ്പ് ലോസ് ആയിട്ട് വയ്ക്കാം. സെയിം നമ്മൾ ഫ്രൈഡേ കിട്ടിയ പോലത്തെ സെയിം ഒരു ട്രേഡ് റൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം, എത്രത്തോളം റൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. എന്നിട്ട് ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ എങ്ങനെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ക്യാൻഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നോക്കിയിട്ട് നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ട്രേഡിനെ റൈഡ് ചെയ്യുമോ. ഇപ്പോൾ അത്യാവശ്യം വെൽ ആൻഡ് ഗുഡ് നല്ലൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഒരു 4,700 അടുപ്പിച്ച് ഒരു 5,000 ഓക്കെ 5,200. എനിക്ക് ഇന്ന് മോർണിംഗ് സെറ്റപ്പ് എടുക്കാൻ പറ്റിയില്ല. മോർണിംഗ് സെറ്റപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. മോർണിംഗ് സെറ്റപ്പ് അത്യാവശ്യം നല്ല പെർഫോം ചെയ്തു. മോർണിംഗ് സെറ്റപ്പിൽ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ ക്യാൻഡിലിൽ തന്നെ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് തന്നെ. പക്ഷേ ഞാൻ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഇല്ലാഞ്ഞുകൊണ്ട് എനിക്ക് ആ മോർണിംഗ് സെറ്റപ്പിൽ ട്രേഡ് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ മാർക്കറ്റിനെ നോക്കി തുടങ്ങുമ്പോൾ തന്നെ ഒരു 10 മണി കഴിഞ്ഞിരുന്നു. സോ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴും എനിക്ക് ഓവറോൾ ഒരു ബുള്ളിഷ് മൊമെൻറ്റമാണ് തോന്നിയത്. പക്ഷേ നമ്മളങ്ങനെ ഒരു സെറ്റപ്പ് ഫോം ചെയ്യാതെ നമ്മൾ മാർക്കറ്റിൽ പോയി എൻട്രി എടുത്തിട്ട് കാര്യമില്ലല്ലോ. ഒരു 5,300. ഇനിയിപ്പോൾ മാർക്കറ്റ് താഴത്തോട്ട് വന്നാലും റിജക്ഷൻ ഉണ്ടായാലും കുഴപ്പമില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു 60 ക്വാണ്ടിറ്റിയാണ് നമ്മൾ ബൈ ചെയ്തത്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3,000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് നമ്മൾ ഏതായാലും ഈ ട്രേഡിൽ ഇനി എടുത്തേ ഇറങ്ങുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ ഒരു അത്യാവശ്യം വലിയൊരു ഗ്യാപ്പപ്പായിട്ടാണ്. ന്യൂസിൻ്റെ ഇമ്പാക്റ്റും ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മൾ പിന്നെ ഞാൻ ന്യൂസിൽ ട്രേഡ് ചെയ്യാറില്ല. കാരണം ന്യൂസിൽ ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്ന എപ്പോഴും ന്യൂസിന് മുന്നെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കയറി മാർക്കറ്റ് ഇത്രയും ഗ്യാപ്പപ്പായിട്ട് ഓപ്പൺ ആയല്ലോ, കയറി ബൈ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഞാൻ എപ്പോഴും റൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നത് നമ്മളുടെ പ്രോപ്പർ സെറ്റപ്പ് ഫോം ആകുമ്പോഴാണ്. ചിലപ്പോൾ കണ്ടിന്യൂസ് ഒരു വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് നമുക്ക് പ്രോഫിറ്റബിൾ ആയ വീക്കുകളുണ്ട്. കണ്ടിന്യൂസ് ഒരു വീക്ക് ലോസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ലോസ് പ്രോഫിറ്റ് എന്നുള്ളത് വന്നിട്ടുണ്ട്. സോ അതൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ്. നമ്മുടെ ഇതിൻ്റെ അകത്തും ഇനിയിപ്പോൾ ലോസ് ഇല്ല, അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ വളരെ ചെറിയൊരു ലോസ് ആയിരുന്നു നമ്മൾ ബെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. നമ്മൾ എൻട്രി എടുത്ത ക്യാൻഡിലിൻ്റെ തൊട്ട് താഴത്തെ ക്യാൻഡിൽ മീൻസ് തൊട്ട് താഴെ അതിൻ്റെ ലോവർ എൻഡാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഉദ്ദേശിച്ചിരുന്നത്. സോ വലിയൊരു സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ അകത്ത് വരത്തില്ലായിരുന്നു. അപ്പോൾ ഓവറോൾ എനിക്കൊരു സെൽ സൈഡിലേക്ക് പോകാൻ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. എൻ്റെ ഒരു ഓവറോൾ കൺവിക്ഷനും ഇതും വെച്ചിട്ട് മാർക്കറ്റ് ഒരു അപ്സൈഡ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ പ്രോപ്പർ സെറ്റപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ഞാൻ ട്രേഡ് എൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ട്രേഡ് എടുക്കാനുള്ള റീസണും ട്രേഡ് എടുക്കാനുള്ള ആ ഏരിയയിൽ എടുക്കാനുള്ള കാരണം കൂടി ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ 6,000 പ്ലസിൻ്റെ പ്രോഫിറ്റ് കാണിച്ചായിരുന്നു. വീണ്ടും താഴത്തോട്ട് മാർക്കറ്റ് വരുന്നുണ്ട്. 4,700 സീനില്ല. നമ്മളുടെ പ്രോഫിറ്റ് ഏതായാലും 3,000 കൺഫേംഡ് ആണ്. നമ്മളുടെ ടാർഗറ്റ് ഏരിയ ക്രോസ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് ഏതായാലും കൺഫേംഡ് ആണ്. ഇപ്പം എത്രത്തോളം റൈഡ് ചെയ്യാൻ പറ്റും നോക്കാം. എനിക്ക് തോന്നുന്നത് ഒരു 8,000 വരെ പിടിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 8,000 സംതിങ്. പിന്നെ ഓവർ ഗ്രീഡിനെസ് കാണിച്ചിട്ട് പിന്നെ ഒന്നും ഇല്ലാതാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു 8,000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് കാണിക്കുവാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നും. അതിന് മുന്നേ അല്ലാതെ വലിയ കൈൻഡ് ഓഫ് റിജക്ഷൻ വല്ലതും കാണിക്കുവാണെങ്കിൽ അങ്ങനെ ഇറങ്ങാം.
ഇപ്പോൾ ഒരു 5000 പ്ലസ്, നേരത്തെ 6000 കാണിച്ചായിരുന്നു. 5800, 5700 അത്യാവശ്യം മാർക്കറ്റ് നല്ലൊരു ഫോളായിരുന്നു. പിന്നെ ബ്രേക്ക് ഈവൻ ലെവൽസിനെയും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ 200-നെ ബ്രേക്ക് ചെയ്തു, 100-ൻ്റെ അടുത്ത് എത്തിയപ്പോഴൊക്കെ എല്ലാവരും സെല്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 50 to 200-നെയൊക്കെ ബ്രേക്ക് ചെയ്തപ്പോഴേ അതൊക്കെ ഒരു സൈക്കോളജിക്കൽ ലെവലാണല്ലോ. അപ്പോൾ 50 to 55, 200-നെയൊക്കെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ ഒരുപാട് പേര് സെൽ എൻട്രി എടുക്കാനുള്ളതും ലോവർ ലോ ലോവർ ഹൈ പ്രൈസ് ആക്ഷൻ കീപ്പ് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾ ആ ചാർട്ട് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. പ്രൈസ് ആക്ഷനും കൂടെ കീപ്പ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് താഴത്തോട്ട് വന്നുകൊണ്ടിരുന്നത്. സോ അതുകൊണ്ട് മേജർ സൈക്കോളജി ലെവലിനെയും മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, താഴത്തോട്ട് കണ്ടിന്യൂസ്ലി ഫോളും ചെയ്യുന്നു, മേജർ ലെവൽസിനെയും ബ്രേക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് അവിടെ സെൽ എൻട്രി എടുക്കാൻ ചാൻസസ് ഉണ്ട്. സോ അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇത്രയും വലിയൊരു ബാഹുബലി ടൈപ്പ് ഓഫ് ക്യാൻഡിൽ ഫോം ചെയ്യാനുള്ള കാരണം തന്നെ അതാണ്. കാരണം സ്റ്റോപ്പ് ലോസസ് എവിടെ ഇരിക്കുന്നു? നമ്മളുടെ ഈ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബൈ ഓർഡർ ആണല്ലോ. സെല്ല് ചെയ്തേക്കുന്നവരുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ബൈ ഓർഡർ, അതാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഹിറ്റ് ചെയ്ത് മേളിലേക്ക് പോകുമ്പോഴാണ്, അത്രയും സ്റ്റോപ്പ് ലോസസ് അവിടെ കിടക്കുമ്പോഴാണ് അത്രയും പെട്ടെന്ന് അത്രയും വലിയൊരു ബിഗ് ബാഹുബലി ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ് ഉണ്ടാകുന്നത്. ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ട് ട്രേഡ് എടുത്ത ഉടനെ സിംഗിൾ ക്യാൻഡിൽ തന്നെ നമ്മുടെ പ്രോഫിറ്റ് ഹിറ്റ് ചെയ്തതാണ്. കുഴപ്പമില്ല. ഇപ്പോൾ എഗെയിൻ പ്രോഫിറ്റ് കുറഞ്ഞ് 5000-ലേക്ക് വരുന്നുണ്ട്. ക്യാൻഡിലിനെ നോക്കിയാൽ 4600, 4400, 6000 പ്ലസിൻ്റെ പ്രോഫിറ്റ് കാണിച്ചതായിരുന്നു. ഇപ്പോൾ എഗെയിൻ 4000-ലേക്ക് വരുന്നുണ്ട്. നമുക്ക് ക്യാൻഡിലിനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 5800 ഓക്കെ, അത്യാവശ്യം ഒരു റിജക്ഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. 5900, 6000 അധികം ഗ്രീഡ്നെസ് കാണിക്കേണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ടൈപ്പ് ഓഫ് ക്യാൻഡിൽ ഉണ്ടാവണ കണ്ടിട്ട് താഴത്തോട്ട് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാൻ ട്രേഡേഴ്സ്, നമുക്ക് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്തേക്കാം. മാർക്കറ്റിൽ ഓക്കെ, നമ്മൾ പ്രതീക്ഷയെക്കാളിലും ഡബിൾ 2 ഇരട്ടി നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. ഏകദേശം ഒരു 100 പോയിൻറ്റ്സ് പ്ലസ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. മതി, ഇനി കൂടുതൽ ഗ്രീഡ്നെസ് കാണിക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിൾ ട്രേഡ് ആയിരുന്നു. ഡബിൾ ബോട്ടം ഫോമായി അതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടി. ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാനിവിടെ ട്രേഡിൽ എൻട്രി എടുത്തു. എക്സാക്ട്ലി 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് ആയിരുന്നു നമ്മൾ വെച്ചത്. പക്ഷേ നമുക്ക് വെൽ ആൻഡ് ഗുഡ്, നല്ലൊരു മൊമെൻറ്റം കിട്ടിയതുകൊണ്ട് നമുക്കൊരു 100 പ്ലസ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. ഒരു 12:30 എടുത്തു. 37 നമ്മൾ പ്രതീക്ഷിച്ചേക്കാൾ ഒരു ഡബിൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഓവറോൾ ഒരു 6000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റാണ് ട്രേഡേഴ്സ് ഇന്ന് ബുക്ക് ചെയ്തത് നമ്മൾ. വളരെ സിമ്പിൾ ട്രേഡായിരുന്നു. താങ്ക് യു, ബൈ.